നിന്റെ യുദ്ധങ്ങളിൽ നീ നേരിടാൻ പോകുന്നത് നിന്നേക്കാൾ ശക്തരെയായിരിക്കും. പക്ഷേ അവർക്ക് മുൻപിൽ നീ തോൽക്കില്ല. അവരെ ജയിക്കാനുള്ള കരുത്ത് നിന്റെ ഉള്ളിൽ നിന്ന് വരും. കാരണം നിന്റെ ജയം ആഗ്രഹിക്കുന്ന കുറേ മനുഷ്യർ ആ സമയം നിന്റെ ചുറ്റിലുമുണ്ടാകും. അവർക്ക് വേണ്ടി നീ ജയിച്ചേ മതിയാകൂ. നീ ജയിക്കും. എല്ലാം തീർന്നെന്നും തങ്ങളുടെ നാട് കത്തി അമർന്നെന്നും കരുതിയ നാട്ടുകാരുടെ മുൻപിൽ ശത്രുവിന്റെ ശക്തിയിൽ അടിപതറി വീണ് കിടക്കുന്ന നായകൻ. ആ സമയം തൻ്റെ അച്ഛൻ്റെ ശബ്ദം, ആ ഓർമ്മ അവൻ്റെ കാതിൽ ഒരു അശരീരിയായി വന്ന് പതിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നൊരു സൂപ്പർ ഹീറോ മൊമെൻ്റ് ഉണ്ട്. വീണിടത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് തനിക്ക് നേരെ ശത്രു പ്രയോഗിച്ച പള്ളിമണി വായുവിൽ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന മാസ് മൊമെന്റ്. അന്നേരം ഞങ്ങൾക്ക് മുണ്ടട എന്ന ജോസ്മോന്റെ ഡയലോഗ് പോലും കണ്ടിരുന്നവരെ കോരി തരിപ്പിച്ചു. മലയാള സിനിമ കണ്ടിട്ടുള്ള കൺവെൻഷണൽ മാസ് എലവേറ്റിംഗ് സീൻ ആയിരുന്നില്ല അത്. ഒരു ഡ്രമാറ്റിക് BGMന്റെ അകമ്പടിയിൽ അയാൾക്കുള്ളിൽ അന്നേരം കടന്നു വന്ന എല്ലാ ഇമോഷനും അവിടെ പ്രകടമായിരുന്നു. ആ നാടിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവൻ, അവിടെ കാവലായി നിൽക്കേണ്ടവൻ, ആ നാട്ടുകാരുടെ പ്രതീക്ഷ. മലയാളത്തിന്റെ ആദ്യ സൂപ്പർ ഹീറോ മിന്നൽ മുരളി. 2021 മിന്നൽ മുരളി നെറ്റ്ഫ്ലിക്സിലൂടെ ലോകം കണ്ടപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രം കണ്ടുപോകുന്ന സൂപ്പർ ഹീറോ എലമെന്റുകൾ വെറും ഒരു നാട്ടിന് പുറത്ത് പോലും സാധ്യമാകുന്ന ഒന്നാണെന്ന് കൂടിയാണ് വെളിവായത്. അന്ന് ആ കഥാപാത്രത്തെ അത്രത്തോളം പെർഫെക്റ്റായി അഭിനയിച്ച് ഫലിപ്പിച്ച ടൊവിനോ കൂടി ലോകത്തിന് മുൻപിൽ ഉയരത്തിൽ നിൽക്കുന്ന കാഴ്ച. മലയാളത്തിൽ ആ കഥാപാത്രം ചെയ്യാൻ ആപ്റ്റായ മറ്റൊരാൾ ഇല്ലെന്ന് പലരും പറഞ്ഞു. അതേ വാക്കുകൾ 2025 എത്തി നിൽക്കുമ്പോൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്ന കാഴ്ച കാണാം. മറ്റൊരു സൂപ്പർ ഹീറോ സിനിമയിലൂടെ, ലോകയിലൂടെ. പക്ഷേ ഇത്തവണ അയാൾ നായകനല്ല, വളരെ ചുരുങ്ങിയ സ്ക്രീൻ ടൈമിൽ മാത്രം വന്നു പോകുന്ന, എന്നാൽ വരും ഭാഗങ്ങളിൽ വളരെയധികം പ്രാധാന്യമുള്ള കഥാപാത്രമായി ചാത്തനായി. കുറുക്കൻമൂലിയിലെ നായകനായി, ആ നാട്ടുകാരെ കാക്കുന്ന കാവൽക്കാരനായി ടൊവി അവതരിച്ചപ്പോൾ പല കോണുകളിൽ നിന്നും അയാളെ തേടി അഭിനന്ദനങ്ങൾ എത്തി. ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടറുകളിൽ അദ്ദേഹം കൊണ്ടുവരുന്ന മാനറിസങ്ങളും പെർഫോമൻസും എല്ലാം അന്നേ നോട്ടീസ് ചെയ്യപ്പെട്ടതാണ്. 2018 അനൂപാകട്ടെ അമാനുഷികതയില്ലാത്ത സാധാരണക്കാരനാണ്. പക്ഷേ ആപൽ സമയത്ത് സഹായമായെത്തുന്ന ആ മനുഷ്യന് അവിടെ കൈവരുന്നത് ഒരു രക്ഷകന്റെ രൂപം തന്നെ. അജയന്റെ 2ാം മോഷണത്തിൽ 3 വേഷത്തിലാണ് ടൊവി എത്തിയത്. 3ഉം വ്യത്യസ്ത സ്വഭാവത്തിലുള്ളവ. ആകാശത്തിന് താഴെയുള്ള സകല അടവും അഭ്യാസവും ജന്മനാ വരിച്ച മഹാവീരൻ കുഞ്ഞിക്കേളു. സൂര്യൻ പൊട്ടി താഴെ വീണാലും വെണ്ണീരാവാത്ത കഥ മരണമില്ലാത്ത മണിയൻ. പിന്നെ മണിയന്റെ കൊച്ചുമകൻ അജയൻ. 3 മീറ്ററിലുള്ള 3 കഥാപാത്രങ്ങൾ, എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടത്. അതിൽ പ്രശംസയേറെ പിടിച്ചുപറ്റിയത് മണിയനാണ്. അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെതാണ് മണിയന്റെ സ്വത്വം. ചിയോദിക്കാവിലെ വിളക്ക് തേടിയുള്ള അയാളുടെ യാത്ര അന്ന് വളരെയധികം അഭിനന്ദനങ്ങൾ നേടിയെടുത്തു. മണിയനായി മാറാൻ ടൊവിനോയ്ക്കല്ലാതെ മറ്റാർക്കും ആകില്ലെന്ന് വീണ്ടും ആളുകൾ മന്ത്രിച്ചു. അത്രമേൽ ഗംഭീരമായിരുന്നു ആ പെർഫോമൻസ്. മിത്തുകളുടെ പശ്ചാത്തലത്തിൽ സൂപ്പർ ഹീറോ പരിവേഷം വന്നു ചേരുന്ന മണിയൻ. അമാനുഷികനാകാൻ ടൊവിനോയ്ക്കുള്ള കഴിവ് ഈ വർഷം വീണ്ടും സംസാര വിഷയമായി. അതേസമയം മറ്റു കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴുള്ള വിമർശനവും അയാളെ തേടിയെത്തുന്നു. ഇമോഷണൽ റോളുകൾ ചെയ്യുമ്പോൾ പരിമിതികളുണ്ടെന്നും പാവത്താനായെത്തുമ്പോൾ പ്രകടനം പാളുന്നുവെന്നുമെല്ലാമുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു. നരിവേട്ടയിലെ പ്രകടനം ഏറെ പ്രശംസിക്കപ്പെട്ടപ്പോഴും സൈബർ ഇടങ്ങളിൽ ടൊവിനോ വ്യാപക ആക്രമണത്തിനിരയായി. അപ്പോഴും മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമസ് അവാർഡ് അതേ സിനിമയിലൂടെ തന്നെ ടൊവി നേടിയെടുക്കുകയും ചെയ്തു. വിമർശനങ്ങൾക്കുള്ള വായടപ്പൻ മറുപടിയായിരുന്നു അത്. ലോകയിലെ ക്യാമിയോ റോൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒരുന്ന കാര്യം ലാർജർ ദാൻ ലൈഫ് കഥാപാത്രങ്ങളിലെ അയാളുടെ പ്രകടനം തന്നെയാണ്. സിനിമയിൽ പല ക്യാമിയോകൾ ഉള്ളപ്പോഴും സംസാര വിഷയമായി തുടരുന്നത് ചാത്തനാണ്. ഒന്ന് പാളിയാൽ കോമഡി ആകേണ്ടിയിരുന്ന കഥാപാത്രം. ഒരു പക്ക ഡെഡ്പൂൾ വൈബ്. ലുക്കിലെ വ്യത്യസ്തതയും കൃത്യമായ മീറ്ററിലുള്ള പ്രകടനവും, ഒരേ സമയം ഹ്യൂമർ സൈഡും അതിന്റെ എക്സ്ട്രീമും അയാൾക്കുണ്ടെന്നാണ് സിനിമ തെളിയിക്കുന്നത്. പ്രേക്ഷകരിൽ ക്യൂരിയോസിറ്റി നിറയ്ക്കാനും വരും ഭാഗങ്ങളിലേക്കുള്ള കാത്തിരിപ്പ് വലുതാക്കാനും ചുരുങ്ങിയ സമയം കൊണ്ട് ആ കഥാപാത്രത്തിന് സാധിച്ചു എന്നത് ടൊവിനോയുടെ വിജയമാണ്. ചാപ്റ്റർ 2 എത്തുമ്പോൾ ടൊവിയുടെ ചാത്തനാകും നായകൻ എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ തന്നെയുണ്ട്. സംവിധായകൻ ഡൊമിനിക് അരുണും തിരക്കഥാകൃത്ത് ശാന്തിയും ഇക്കാര്യങ്ങളിൽ പല ഹിന്റുകളും തരുന്നുമുണ്ട്. ചാത്തന്റെ കഥയ്ക്കായി അക്ഷമരായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. ടൊവിയുടെ അപ്കമിംഗ് പ്രൊജക്റ്റും ഇത്തരത്തിലുള്ളതാണ്. ഡിജോ ജോസിന്റെ പള്ളിച്ചട്ടമ്പി. 50കളിലെ മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകരുടെ ജീവിതം പശ്ചാത്തലമായാണ് സിനിമ എത്തുന്നത്. ചിത്രത്തിൽ ടൊവിനോയുടെ ലുക്ക് ഏറെ വൈറലായിരുന്നു. മലയാള സിനിമയുടെ ആദ്യ സൂപ്പർ ഹീറോയാണ് ടൊവിനോ. കോമിക് കഥാപാത്രമായി മാറാനും ആക്ഷൻ ഹീറോയാകാനും നിശേഷം സാധിക്കുന്ന താരം. ലോകയുടെ വിജയത്തിന് പിന്നാലെ മണിയന്റെ തിരിച്ചുവരവ് ചർച്ചാ വിഷയമാണ്. അതുണ്ടാകുമെന്ന് സംവിധായകനും ഉറപ്പു നൽകുന്നു. മണിയനായി ടൊവി വീണ്ടും എത്തുന്നത് കാണാനും കാത്തിരിപ്പേറെയാണ്. മിന്നൽ മുരളിയുടെ 2ാം ഭാഗവും കാത്തിരിക്കുന്നവരുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മാത്രമാണ് അയാൾ ഇത്രയധികം സൂപ്പർ ഹീറോ കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചത്. അതിന്റെ തുടർച്ചകൾക്കൊപ്പം പുത്തൻ അമാനുഷികതകളും അയാളെ തേടിയെത്തട്ടെ, നമ്മുടെ മുൻപിലെത്തട്ടെ.